ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനമായി ഞങ്ങൾ മുമ്പിലായിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവരെയും അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം 2 പത്രോസ് 2:19-20 വാക്യങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ചില ചിന്തകളാണ്. ഇപ്രകാരമാണത് വായിക്കുന്നത്: ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായി എന്നാണ് നാം വായിക്കുന്നത്. ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പരീക്ഷാക്കാലമാണെന്ന് നമുക്കറിയാമല്ലോ. മാർച്ച് മാസം പരീക്ഷയുടെ കാലഘട്ടമാണ്. SLC +2 പരീക്ഷകളെല്ലാം നടക്കുന്നൊരു കാലഘട്ടം. എന്നാൽ പരീക്ഷ നന്നായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് വളരെ നല്ല രീതിയിൽ ആൻസർ ചെയ്യുമ്പോൾ അവർക്ക് ആ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുന്നു. എന്നാൽ പല കുട്ടികൾക്കും വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയാത്തത് മൂലം പല പരീക്ഷകൾക്കും മാർക്ക് കുറഞ്ഞ് അവർ പരീക്ഷകളിൽ തോറ്റുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവ വിശ്വാസിയുടെ ജീവിതത്തിലും വിവിധ പരീക്ഷകളെല്ലാം കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം അതിൽ തോറ്റുപോയാൽ നാം അതിന് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങൾ, കോപം, അസൂയ, ശാഠ്യം, ക്രോധം, പിണക്കം, അങ്ങനെയുള്ള ചില ദുസ്വഭാവങ്ങൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാം അതിനോട് തോറ്റുപോവുകയും അതിന് അടിമകളായി തീരുകയും ചെയ്യും. മുൻകോപി വലിയ പിഴ കൊടുക്കേണ്ടി വരുമെന്നാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്. അതിനാൽ ഇങ്ങനെയുള്ള ചില കുറവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില തെറ്റുകളിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ ആ തെറ്റുകളിൽ നാം തോറ്റുപോവുകയും അതിനടിമകളായി തീരുകയും ചെയ്യും. അതിനാൽ നമ്മുടെ സ്വഭാവത്തെ വരെ നിയന്ത്രിക്കുവാൻ ഇങ്ങനെയുള്ള തിന്മകൾക്ക് കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. ഒരിക്കൽ നാം ഈ ലോകത്തിൻ്റെ മാലിന്യത്തിൽ ആയിരുന്നു. ലോകത്തിൻ്റെ മാലിന്യത്തിലായിരുന്നപ്പോൾ അത് ലോകത്തിൻ്റെ മാലിന്യത്തിൻ്റെ അടിമകളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ, കർത്താവ് യേശുക്രിസ്തുവിനെ നാം അറിഞ്ഞതിലൂടെ, കർത്താവ് നമുക്ക് വേണ്ടി താണഭൂമിയിൽ ഇറങ്ങി വന്നതിലൂടെ, തൻ്റെ ജീവൻ നമുക്ക് മറുവിലായി നൽകിയതിലൂടെ നമുക്ക് ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടുവാനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാനും ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും നാം ആ മാലിന്യത്തിലേക്ക് കുടുങ്ങി ലോകത്തിൻ്റെ മാലിന്യത്തിലേക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അതിൽ കുടുങ്ങി തോറ്റുപോയാൽ നമ്മുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോകുമെന്നുള്ളതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ അറിഞ്ഞ് ദൈവപൈതലായി ജീവിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പല തെറ്റുകളിലും അകപ്പെട്ട് ചിലതിനെല്ലാം അടിമകളായി കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, നമുക്ക് ആ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നെല്ലാം പുറത്തു വരാനൊരാഗ്രഹമുണ്ടാവും. അതുപോലെ തന്നെ ഇതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഒന്നിലും നമ്മൾ തോറ്റു കൊടുക്കേണ്ടവരല്ല. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ് ദൈവവചനത്തിലൂടെ നാം വായിക്കുന്നത്. അതിനാൽ ലോകത്തിൻ്റെ മാലിന്യം എന്ന തിന്മയിൽ കുടുങ്ങി തോറ്റു പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൽ വിജയിക്കുവാൻ ആണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നിനും നാം അടിമപ്പെട്ടു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലതിനെല്ലാം നാം അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ലോകത്തിൻ്റെ മാലിന്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, മൊബൈൽ ഫോൺ അതിൻ്റെ ദുരുപയോഗത്തിലൂടെ നമുക്കതിൽ അടിമകളാവാൻ സാധ്യതയുണ്ട്. മറ്റു ലോകത്തിൻ്റെ മുഖങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, ഇപ്പോഴത്തെ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലോകമോഹങ്ങളിലുമെല്ലാം അടിമപ്പെട്ട് കുടുങ്ങി കിടക്കുന്ന അവസ്ഥകളുണ്ട്. പലർക്കും മദ്യപാനത്തിൽ നിന്ന് മോചനം നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും
അതിന് കഴിയാതെ അവർ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ്, തോറ്റുപോയൊരവസ്ഥയാണ്. പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, പെൺവാണിഭം, വ്യഭിചാരം, മോഷണം, അതുപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ കുടുങ്ങിപ്പോയി, തോറ്റുപോയിട്ട് അതിൽ നിന്നും ഒന്ന് വിജയിക്കാൻ കഴിയാതെ അകപ്പെട്ടു പോയ അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്തിലുണ്ട്. വിശ്വാസികളായ പ്രിയപ്പെട്ടവരും ഇങ്ങനെയുള്ള തെറ്റുകളിൽ, മാലിന്യങ്ങളിൽ കുടുങ്ങിപ്പോകരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തങ്ങളുടെ സ്വഭാവത്തിൽ കോപത്തിനോ ശാഠ്യത്തിനോ അസൂയയ്ക്കോ അല്ലെങ്കിൽ അതുപോലത്തുള്ള അഹങ്കാരത്തിനോ ദ്രവ്യാഗ്രഹത്തിനോ ക്രോധത്തിനോ പകയ്ക്കോ പിണക്കത്തിനോ അല്ല ഇതുപോലെയുള്ള വലിയ വലിയ ലോക മാലിന്യങ്ങളിലോ കുടുങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ, തോറ്റു കിടക്കുന്നവരാണെങ്കിൽ, നിങ്ങളൊരു തീരുമാനമെടുക്കുക. ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിച്ചതാണ്, നമ്മളെ ഇതിൽ നിന്നെല്ലാം വിടുവിച്ചതാണ്. ഇതിനെല്ലാം വിജയിച്ച ഒരു ജയാളിയായ കർത്താവാണ് നമുക്കുള്ളത്. ആ കർത്താവ് നമ്മെ ഈ മാലിന്യങ്ങളിൽ നിന്നൊക്കെ വീണ്ടെടുത്ത ഒരു ദൈവമാണ്. വീണ്ടും നാം അതിലേക്ക് കുടുങ്ങിപ്പോയാൽ അതിൽ നിന്നും മോചനം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ കുടുങ്ങിക്കിടക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള മാലിന്യങ്ങളെ നാം വിട്ടോടണം. ലോകമോഹ മാലിന്യങ്ങൾ, ലോകത്തിൻ്റെതായിട്ടുള്ള മാലിന്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ, ചിലതിനെല്ലാം നാം അതിനെ അനുവദിക്കുന്നുണ്ട് എങ്കിൽ ദിവസങ്ങളിൽ നാം അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന്, തോറ്റുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വിജയിച്ച് ആ ജയാളിയായ കർത്താവിനെ പിന്തുടരാൻ നമുക്ക് സാധിക്കണം. അതിനാൽ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന മാലിന്യങ്ങളെ, ലോകമാലിന്യങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ഈ ദിവസങ്ങളിൽ ദൈവജനപ്രകാരം അതിനെ കണ്ടുകൊണ്ട് അതിനെയെല്ലാം ഉപേക്ഷിച്ച്, അതിനെയെല്ലാം അതിജീവിച്ച് വിജയിച്ച് നമുക്കെന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അതിന് നമ്മുടെ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ ലോകമാലിന്യങ്ങളെ കുടുങ്ങിപ്പോകുവാനും നശിച്ചു പോകുവാനോ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവയെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിർമ്മലതയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി നല്ല ജയാളിയായി ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളായി ജീവിപ്പാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, നാം ഒന്നിനും തോറ്റ് അടിമപ്പെടുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മാലിന്യങ്ങൾ, പാപങ്ങൾ, മ്ലേച്ഛ സ്വഭാവങ്ങൾ, അതിനെയെല്ലാം നമുക്കെന്ത് ചെയ്യാം, അതിനോടെല്ലാം ഗുഡ് ബൈ പറഞ്ഞ് അതിനെല്ലാം അതിജീവിച്ച് നമുക്ക് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃക ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം. അതിനായി നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.